ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതിയും സച്ചിയും കൂടി ശരത്തിനെയും കൂട്ടിയിട്ട് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന ആ ഒരു സീനാണ്. അത് കണ്ടപ്പോൾ അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചമായിരുന്നു. ശരത്തിനെ കണ്ട പാടത്തിന് ലക്ഷ്മിയമ്മ അവനെ ഓടി വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, മോനെ സച്ചി, നീ കാരണമാണ് ശരത്തിന് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റിയത്. ഒത്തിരി അധികം നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അതൊക്കെ കേട്ടപ്പോൾ സച്ചി അങ്ങ് കൈവീശിക്കൊണ്ട് പറയുന്നുണ്ട്, ഏയ് അതൊന്നും സാരമില്ലാമേ, ഇനി അതോർത്തുകൊണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എല്ലാ പ്രശ്നവും മാറി, ഇനി അവന് സമാധാനമായിട്ട് പഠിക്കാം, എക്സാം എഴുതാം, അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവനൊരു നല്ല ജോലിയൊക്കെ കിട്ടും എന്നും പറയും. കൂടെ ദേവും കൂടി സച്ചിയെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു. അപ്പോൾ സച്ചി തിരുത്തി, അമ്മ പരാതി പിൻവലിച്ചത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടന്നത് എന്ന് പറയും. ലക്ഷ്മിയമ്മ അപ്പൊ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു, എന്തായാലും ഇപ്പൊ തന്നെ പോയിട്ട് ചന്ദ്രമതിയോടൊന്ന് മാപ്പ് പറയണം, അവളെ കണ്ടിട്ട് നന്ദിയും പറയണമെന്ന് പറയും. രേവതിക്ക് അത് അത്രങ്ങ് പിടിച്ചില്ല. അതൊക്കെ വേണോ അമ്മയെന്ന് ചോദിക്കും. സച്ചിയും പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ, എന്തിനാ വെറുതെയൊക്കെ എന്നൊക്കെ പറയും. അന്നേരം ലക്ഷ്മിയമ്മ വീട്ടുന്നില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ആ പരാതി പിൻവലിച്ചിരുന്നില്ല എങ്കിൽ എൻ്റെ മകൻ്റെ അവസ്ഥ എന്തായിരിക്കും, അതുകൊണ്ട് എനിക്ക് മാപ്പ് പറഞ്ഞേ തീരൂ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിർബന്ധം പിടിക്കുമായിരിക്കും ലക്ഷ്മിയമ്മ. നീ വേഗം പോയിട്ട് റെഡിയാവൂ എന്ന് ശരത്തിനോടും പറഞ്ഞു. രേവതി പയ്യെ പറയുന്നുണ്ട്, അമ്മ ഇപ്പൊ ബാമാൻഡിയുടെ വീട്ടിലാണുള്ളത്, അതിനെന്താ നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്ന് ലക്ഷ്മിയമ്മ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി നേരെ ബാമാൻഡിയുടെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് എത്താണ്. രേവതിയും സച്ചിയും കണ്ടപ്പോഴേക്കും ബാമാൻഡി ആകങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇതെന്താ രേവതി, സച്ചിയും കൂടി ഈ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കും. സച്ചി കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രമതി ബാഗും തൂക്കി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. വീട്ടിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുമായിരുന്നു ചന്ദ്രമതി. ഇവരെ കണ്ടപ്പോൾ ബാഗ് പെട്ടെന്ന് അവിടെ ഇങ്ങിട്ടിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് ആഞ്ഞു വന്നു. എന്താടാ കാര്യം എന്നിങ്ങനെ കടുപ്പത്തോട് ചോദിക്കാട്ടോ ചന്ദ്രമതി. സച്ചി പയ്യെ പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, പരാതിയൊക്കെ പിൻവലിച്ചില്ലേ, ഇനി വീട്ടിലേക്ക് വന്നൂടെ എന്ന് ചോദിക്കും. ചന്ദ്രമതി ഒരൊറ്റ മൂളിലായിരിക്കും, വരാനാ, ഞാൻ ആ വീട്ടിലേക്ക് ഇനി വരാനൊന്നും പോകുന്നില്ല, എന്നെ വേണ്ടായിടത്തേക്ക് ഞാൻ ഇനി വരുന്നില്ല, ഞാൻ ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല എന്ന് വെട്ടി തുറന്നങ്ങ് പറയാണ് ചന്ദ്രമതി. രേവതി സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അത് നിന്റെ വീടല്ലേ, നീ ഇനി അവിടെ വാഴ്ന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മറുപടി ആയിരിക്കും. ആ സമയത്താണ് ലക്ഷ്മിയമ്മയും ശരത്തും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവരെ കണ്ടപ്പോൾ ചന്ദ്രമതിയുടെ ഭാവം അങ്ങ് മാറി. ലക്ഷ്മിയമ്മ കൈ കൂപ്പിക്കൊണ്ട് തന്നെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ചന്ദ്രമതി ഒത്തിരി നന്ദിയുണ്ട്, ആ പരാതി പിൻവലിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മോൻ്റെ ഭാവി എന്തായിരിക്കും, എൻ്റെ മകൻ്റെ ഭാവി അങ്ങ് പോയേനെ, ഞങ്ങളോട് ഇത്രയും കരുണ കാണിച്ചല്ലോ എന്നൊക്കെ പറയും. ചന്ദ്രമതി വിട്ടുകൊടുത്തില്ല. അതെ, എൻ്റെ കരുണ കൊണ്ടാ, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങളുടെ മുഖം പോലും എനിക്ക് കാണാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് ദേഷ്യപ്പെടും. സച്ചി ഇടക്ക് കയറി പറഞ്ഞു, അമ്മേ, മാപ്പ് പറയാൻ വന്നവരോട് ക്ഷമിച്ചു എന്ന് ഒരു വാക്ക് പറയുന്നതാണ് മര്യാദ എന്ന് പറഞ്ഞപ്പോൾ, പിന്നെ ക്ഷമിച്ചത്രേ, ക്ഷമിച്ചു, അങ്ങനെ ഞാൻ അങ്ങ് ക്ഷമിക്കത്തൊന്നുമില്ല എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞങ്ങ് തർക്കിച്ചു. സച്ചി വീണ്ടും പറയുന്നുണ്ട്, അമ്മേ, ഞാൻ മകനായിട്ടല്ല ഇവരുടെ മരുമകനായിട്ടാ പറയുന്നത്, ആ വാക്ക് പറയണം. ചന്ദ്രമതി അപ്പോഴും വിട്ടില്ല. നിനക്കൊക്കെ എത്ര കിട്ടിയാലും നീ പഠിക്കില്ലല്ലേ, ഇത്രയെങ്കിലും നാണമുണ്ടോ നിനക്ക് ഇവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാനെന്നൊക്കെ പറഞ്ഞ് സച്ചിയോട് അങ്ങ് ദേഷ്യപ്പെടും. ലക്ഷ്മിയമ്മ അപ്പോൾ ശരത്തിനെ ന്യായീകരിക്കാൻ നോക്കുമ്പോൾ ചന്ദ്രമതിക്ക് വീണ്ടും അങ്ങ് ദേഷ്യം കൂടി. സച്ചി അപ്പോൾ വക്കീലിനോട് 5 ലക്ഷം രൂപ കൊടുത്ത കാര്യം പറഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ കണ്ണങ്ങ് തള്ളി. താൻ വാങ്ങിയത് 2 ലക്ഷം രൂപയാണല്ലോ, 5 ലക്ഷം രൂപ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു 4 ലക്ഷം രൂപയെങ്കിലും ചോദിക്കാമായിരുന്നു എന്നൊരു നോട്ടം ബാമയുടെ അടുത്തേക്ക് എറിഞ്ഞു. ഒടുവിൽ ബാമാൻജിയും പറയുന്നുണ്ട്, ചന്ദ്രേ, ആ വാശിയൊക്കെ കളഞ്ഞിട്ട് നീ ക്ഷമിച്ചു എന്ന് പറ. ശരത്ത് പയ്യെ വന്ന് മാപ്പ് ചോദിച്ചപ്പോൾ ചന്ദ്രമതി ഒന്ന് അമർത്തി അങ്ങ് നോക്കി. സച്ചി നിർബന്ധിച്ചുവെങ്കിലും അവരൊന്നും തന്നെ മിണ്ടിയില്ല. ലക്ഷ്മിയമ്മ ഒടുവിൽ ശരത്തിനെ കൂട്ടിയിട്ട് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ സച്ചിയും രേവതിയും കൂടി വീണ്ടും ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാല് പിടിച്ചു. അത് കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒരു അഹങ്കാരമായിരുന്നു. ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് തന്നെ അവരങ്ങ് തറപ്പിച്ചു പറഞ്ഞു. സച്ചി അപ്പോൾ ഒരു നമ്പർ അങ്ങോട്ടേക്ക് ഇറക്കുകയാണ്. രേവതി, നീ അങ്ങോട്ടേക്ക് വാ, അമ്മ വന്നില്ലെങ്കിൽ വരണ്ട, അച്ഛൻ്റെ പണിക്കൊങ്ങ് പോയിക്കോളും എന്ന് പറയും. അത് കേട്ടപ്പോൾ മാമാൻറ്റി അങ്ങ് ഞെട്ടി. സച്ചി തുടർന്ന് പറയുന്നുണ്ട്, അച്ഛൻ അവിടെ ആകെ ബോറടിച്ചിരിക്കുകയാണ്, വേറൊരു കൂട്ടുകാരൻ്റെ ഭാര്യ ഇതുപോലെ പിണങ്ങിപ്പോയപ്പോൾ അയാൾ ഡൈവേഴ്സ് കൊടുത്തു, അച്ഛനും ഇപ്പോൾ ഒരു പ്ലാനിലാണ്, ഈ പ്രായത്തിൽ ഇതൊക്കെ നടക്കുമെന്നൊക്കെ പറയും. ഇതെല്ലാം കേട്ടുകൊണ്ടതിന് ചന്ദ്രമതിക്ക് ഉള്ളിൽ ആകങ്ങ് പേടിയാവുന്നത്. രവീന്ദ്രൻ ഏതായാലും ഇനി മറ്റൊരു പെണ്ണിൻ്റെ അല്ലെങ്കിൽ ഡൈവേഴ്സ് കൊടുക്കുവോ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോവോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. രേവതിയും സച്ചിയും കൂടി പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ആകെ വിരളി പിടിച്ചുകൊണ്ട് തന്നെ ബാമാൻറ്റിയോട് ചോദിക്കുന്നുണ്ട്, എടി രവിയേട്ടൻ എന്നെ ഇട്ടിട്ട് പോവോ എന്ന്. ബാമാൻറ്റിയും അത് ഏറ്റുപിടിച്ചപ്പോൾ ചന്ദ്രമതിക്ക് പെട്ടെന്ന് തന്നെ ബാഗും എടുത്ത് അവിടെ നിന്നും വീട്ടിലേക്ക് അങ്ങ് വെച്ച് പിടിക്കുകയാണ്. വീട്ടിലേക്ക് എത്തിയ പാടത്തിന് സച്ചി അവരെ തടയുന്നുണ്ട്. നിക്കമ്മേ, അമ്മ അവിടെ നിൽക്ക്, ഇപ്പൊ അകത്തേക്ക് കയറണ്ട എന്ന് പറയും. ഇത് കേട്ട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യം ചോദിക്കുന്നുണ്ട്.
സച്ചി അപ്പോൾ ഒരു തമാശ രൂപത്തിൽ തന്നെ രേവതിയോട് ആരതി എടുക്കാൻ പറഞ്ഞു. ചന്ദ്രമതി വലിയ യുദ്ധം ജയിച്ചു വരുന്നത് പോലെയാണല്ലോ, അപ്പോൾ ആരതി എടുത്തു തന്നെ കയറ്റണം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് കളിയാക്കാണ്. അന്നേരം ശ്രുതിയും വർഷയൊക്കെ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് നാണം കെട്ടുവെങ്കിലും ചന്ദ്രമതി പയ്യെ അങ്ങ് അകത്തേക്ക് കയറി പോവാണ്. സച്ചി അപ്പോഴേക്കും പാട്ടൊക്കെ പാടിയിട്ട് അവരെങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറി ഇരുന്നപ്പോൾ തന്നെ ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, ആന്റി ആകെ മലിഞ്ഞു പോയി എന്നൊക്കെ. അന്നേരം സച്ചി അതിലങ്ങ് വെച്ച് പിടിക്കാണ്. സച്ചി പറഞ്ഞിട്ട് എങ്ങനെ മെലിയാതിരിക്കും, രേവതിയുടെ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണെന്നൊക്കെ പറയും. ഒടുവിൽ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നീ പരാതിയൊക്കെ പിൻവലിച്ചല്ലോ, അതെന്നെ നല്ല കാര്യമെന്ന് പറയും. ചന്ദ്രമതി അപ്പം തന്നെ തൻ്റെ അടുത്ത നിബന്ധന അങ്ങ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പരാതിയൊക്കെ ഞാൻ പിൻവലിച്ചു, പക്ഷേ ഇനി മേലാൽ ഇവളുടെ വീട്ടിൽ നിന്നും ആരും ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറയും. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറയാണ്. അത് ശരിയല്ലല്ലോ എന്ന് രവീന്ദ്രൻ ചോദിച്ചുവെങ്കിലും ചന്ദ്രമതി തൻ്റെ വാശിയിൽ തന്നെ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ്. ചന്ദ്രമതിയുടെ ഈ ഒരു പുതിയ വാശി കേട്ടതും വീട്ടിലാകെ ഒരു നിശബ്ദത പടർന്നു. രേവതിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ലക്ഷ്മി അമ്മയും ശരത്തും പടിയിറങ്ങി ആശ്വാസത്തിൽ നിൽക്കുകയായിരുന്ന രേവതിയുടെ മുഖം പെട്ടെന്ന് തന്നെ അങ്ങ് വാടി. രവീന്ദ്രൻ അല്പം ഗൗരവത്തിൽ തന്നെ ചന്ദ്രമതിയെ നോക്കി ചോദിച്ചു, ചന്ദ്രേ, നീ പറയുന്നത് എവിടുത്തെ ന്യായമാണ്? രേവതി ഈ വീടിന്റെ മരുമകളാവുമ്പോൾ അവളുടെ വീട്ടുകാരെല്ലാവരും അനിയത്തിയാണെങ്കിലും അമ്മയാണെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറയാൻ നിനക്ക് എന്താ ഇവിടെ അധികാരം? പക്ഷേ ചന്ദ്രമതി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ തൻ്റെ സോഫയിൽ തന്നെ അഹങ്കാരത്തോടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, എനിക്കതൊന്നും അറിയേണ്ട രവിയേട്ടാ, എൻ്റെ സമാധാനം കളയാൻ ഇവിടുത്തെ ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. പരാതി പിൻവലിച്ചതിലൂടെ ഞാൻ വലിയൊരു ഔദാര്യം തന്നെ കാണിച്ചു. ഇതിനുള്ള നന്ദിയെങ്കിലും എല്ലാവർക്കും വേണം. സച്ചി ഇത് കേട്ട് പയ്യെ രേവതിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. അവളുടെ കണ്ണുകളൊക്കെ നിറയുന്നത് കണ്ടപ്പോൾ അവന് സഹിക്കാനായില്ല. സച്ചി ചിരിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതിയുടെ മുന്നിലേക്ക് വന്നു നിന്നു. അമ്മ ഇപ്പോൾ വലിയൊരു ഡിമാൻഡ് വെച്ചല്ലോ, പക്ഷേ ഒരു കാര്യം അമ്മ മറന്നുപോയി. ലക്ഷ്മി അമ്മയോടും ശരത്തിനോടും അമ്മ കാണിച്ച ഈ ക്രൂരതയ്ക്ക് അച്ഛൻ തന്നോട് പണ്ടേ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ചന്ദ്രമതി ഒന്ന് സംശയിച്ചിങ്ങനെ നോക്കുകയാണ്. എന്താണ് നിന്റെ അച്ഛൻ പറഞ്ഞത്? സച്ചി രവീന്ദ്രനെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അമ്മയുടെ ഈ ഒരു സ്വഭാവം മാറിയില്ല എങ്കിൽ ഈ വീടിന്റെ ആധാരം രേവതിയുടെ പേരിലേക്ക് മാറ്റി എഴുതുമെന്ന്. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും കണ്ണങ്ങ് തള്ളിപ്പോയി. ആധാരം മാറ്റുമെന്നോ? അതെന്താ അങ്ങനെ? ചന്ദ്രമതി ചാടി എഴുന്നേറ്റുകൊണ്ട് തന്നെ ചോദിച്ചു. രവീന്ദ്രൻ സച്ചിയുടെ നമ്പറാണെന്ന് മനസ്സിലായെങ്കിലും ഒന്നും മിണ്ടാതെ ഗൗരവം നടിച്ചങ്ങ് നിന്നു. സച്ചി തുടർന്നു, അതെ അമ്മ ഇങ്ങനെ ഓരോരുത്തരെയും ഈ വീട്ടിൽ നിന്നും ആട്ടിക്കളഞ്ഞാൽ പിന്നെ ഈ വീട് നോക്കാൻ രേവതി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അച്ഛന് തോന്നി. അതുകൊണ്ട് നാളെ തന്നെ വക്കീലിനെ കാണാനിരിക്കുമായിരുന്നു എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിയുടെ ഡിവേഴ്സ് പേടിയേക്കാൾ വലിയൊരു പേടി ഉള്ളിലങ്ങ് കയറി. തന്റെ അധികാരം പോകുമെന്ന് കണ്ടപ്പോൾ ചന്ദ്രമതി പതുക്കെയെന്ന് അഞ്ഞു. അവൾ വിറക്കുന്ന സ്വരത്തിൽ തന്നെ പറഞ്ഞു, അതിപ്പോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല രവിയേട്ടാ ഞാന്. അവർ വരുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. സച്ചി രേവതിയൊന്ന് നോക്കി ചിരിച്ചു. രേവതിക്ക് അപ്പോഴാണ് ശരിക്കുമൊന്ന് ശ്വാസം നേരെ വീണത്. ശ്രുതിയും വർഷയും ഈ ഒരു പ്ലാന് പൊളിഞ്ഞതിന്റെ ദേഷ്യത്തിൽ അവിടെ നിന്ന് മുറിയിലേക്ക് അങ്ങ് വലിഞ്ഞു കയറി പോവാണ്. സച്ചി രേവതിയോട് പതുക്കെ പറയുന്നുണ്ട്, കണ്ടോ രേവതി, അമ്മയുടെ അഹങ്കാരം മാറ്റാൻ ആ ആധാരം എന്നൊരൊറ്റ മരുന്ന് മാത്രം മതിയെന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി ഭക്ഷണ സമയത്ത് ചന്ദ്രമതി വലിയ ബഹളമൊന്നുമില്ലാതെ അടങ്ങിയിരുന്നു. രവീന്ദ്രൻ സച്ചിയെ നോക്കിക്കൊണ്ട് രഹസ്യമായി തന്നെ ഒരു തംസക്കൊപ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. രേവതി സമാധാനത്തോടെ എല്ലാവർക്കും ചോറ് വിളമ്പി. തന്റെ കുടുംബം തകരാതെ കാത്ത സച്ചിയോട് അവൾക്ക് ഒത്തിരിയധികം സ്നേഹവും തോന്നി. അങ്ങനെ ആ വീട്